2023 ജൂലൈ മാസം 1-ാം തീയതി 1198 ആണ്ട് മിഥുന മാസം 16 ശനിയാഴ്ച. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വാർത്താ പ്രഭാതത്തിൽ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്ന റിപ്പോർട്ടർ TV ഇന്നു മുതൽ നിങ്ങളുടെ വാർത്താനുഭവത്തിന്റെ ഭാഗമാവുകയാണ്. നിങ്ങളുടെ വാർത്താ ജീവിതത്തിലേക്ക് റിപ്പോർട്ടർ TV മിഴി തുറക്കുകയാണ്. 7 സമ്പൂർണ്ണ വാർത്താ ചാനലുകളും 50ഓളം പ്രാദേശിക ചാനലുകളുമുള്ള ഈ കൊച്ചു കേരളത്തിന് റിപ്പോർട്ടർ TV പോലെ ഒരു ചാനലിന് എന്ത് പ്രസക്തി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ഈ ചോദ്യം ഞങ്ങളോട് പലതവണ ചോദിച്ചതാണ്. അതിനൊരൊറ്റ ഉത്തരമേ ഞങ്ങൾക്ക് ലഭിച്ചുള്ളൂ. ഞങ്ങൾ റിപ്പോർട്ടറാണ്. പറയുന്നതിൽ ഉത്തരവാദിത്വമുണ്ടാവും. ഞങ്ങളുടെ വാർത്തകൾക്ക് മുഖമുണ്ടാവും എന്നർത്ഥം. നേർമുഖങ്ങൾ, പൊയ്മുഖങ്ങൾ, അത് നമുക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെ ഇരകളും നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ എങ്ങനെ നേരിനെ തിരിച്ചറിയും? അത് തിരിച്ചറിയാനാകാതെ വരുമ്പോൾ ഇരകൾ സൃഷ്ടിക്കപ്പെടുന്നു. അതെ, സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിരിക്കും. മഹാമാരി പോലെ പടർന്നിരിക്കും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്. കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും മറയ്ക്കുന്ന ഇരുട്ടിൽ സത്യം മൂടപ്പെടുന്നു. അങ്ങനെ അർത്ഥസത്യങ്ങളും അസത്യങ്ങളും സ്ഥിരമായി സ്ഥാപിക്കപ്പെടുന്നു. പക്ഷേ വെളിച്ചം അത് വരിക തന്നെ ചെയ്യും. ആ തെളിച്ചത്തിൽ പൊയ്മുഖങ്ങൾ വെളിവാകും. വസ്തുതകൾ വഴികാട്ടും. അതിന് വ്യക്തമായ ഒരു മുഖവുമുണ്ടാവും. മുഖമില്ലാത്ത വാർത്തകൾക്കെതിരെ പുതിയ പോർമുഖം. റിപ്പോർട്ടർ, for us, fact matters. Yes, for us, fact matters. വാസ്തവത്തോടൊപ്പമുള്ള യാത്ര തുടരുകയാണ്. പരിചയസമ്പന്നരായ മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ അതിനൂതനമായ സാങ്കേതിക വിദ്യയുടെ കരുത്തുമായാണ് റിപ്പോർട്ടർ TV ഇന്ന് ഈ വാർത്താ പ്രഭാതത്തിൽ പ്രേക്ഷകരിലേക്ക് മിഴി തുറന്നെത്തുന്നു. ഈ വാർത്തായാത്രയിൽ ഈ തുടക്കത്തിൽ നമുക്കൊപ്പം ചില അതിഥികളുണ്ട്. റിപ്പോർട്ടർ TVയുടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ചെയർമാൻ ശ്രീ റോജി അഗസ്റ്റിൻ നമുക്കൊപ്പം ചേരുന്നു. വെൽക്കം ശ്രീ റോജി അഗസ്റ്റിൻ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. യെസ്, ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതെ, വാർത്ത കാണുന്ന പ്രേക്ഷകർക്ക് നമ്മൾക്ക് അതെ, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഒരൊറ്റ ചോദ്യം അങ്ങ് അഭിമുഖീകരിക്കുന്നു. കേരളത്തിൽ 7 വാർത്താ ചാനലുകൾ, 50 പ്രാദേശിക ചാനലുകൾ, സാമൂഹിക മാധ്യമങ്ങൾ. എന്നിട്ടും ഈ ആത്മവിശ്വാസം എവിടെ നിന്ന് വന്നു? ഇങ്ങനൊരു ചാനൽ ഈ കേരളത്തിലെ വാർത്താ സ്വാതന്ത്ര്യം പറയുന്നതിലും നല്ലത് കാണുന്നതല്ലേ. നമുക്ക് കാണാം. വിഭാഗീയത സൃഷ്ടിക്കുന്ന ആശയങ്ങളും വസ്തുതാപരമല്ലാത്ത വാർത്തകളും മാറ്റിയെഴുതപ്പെടുക തന്നെ വേണം. യെസ്, ഇറ്റ് ഷുഡ് ബി റീറിട്ടൺ. നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങളെ ഏറ്റവും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാൻ ഒരു കണ്ണ്, ഒരു 4-ാം ഇന്ദ്രിയം, എ റോവിംഗ് ഐ. വാർത്തയിലെ യാഥാർത്ഥ്യം തുറന്നുകാട്ടുക തന്നെ ചെയ്യും. റിപ്പോർട്ടർ, ഫാക്ട് മാറ്റേഴ്സ്. ഉണരുന്നതും ഉറങ്ങുന്നതും വാർത്തയിലേക്കാണ്. നിർഭയം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന, നേര് തേടുന്ന എ റെസ്പോൺസിബിൾ റിപ്പോർട്ടർ.
പറയുന്നതിൽ ഉത്തരവാദിത്വമുണ്ട്. പറയാൻ റിപ്പോർട്ടർ ജനാധിപത്യത്തിന്റെ 4ാം തൂൺ. മനസ്സിലായി അങ്ങ് ഉദ്ദേശിച്ചത് എന്താണ്? ഇതിൽ കൂടുതൽ പ്രേക്ഷകർക്ക് നൽകാൻ ഒന്നുമില്ല. ഏറ്റവും നല്ല എഡിറ്റോറിയൽ ആ ടീം തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. പരിചയസമ്പന്നരായ മാധ്യമപ്രവർത്തകരാണ് റിപ്പോർട്ടർ ടിവിയുടെ കരുത്ത് എന്നാണ് ശ്രീ റോജി അഗസ്റ്റിൻ പറയുന്നത്. ഈ വാർത്തായാത്രയിൽ നമുക്കൊപ്പം ചേരുന്നു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ വൈസ് ചെയർമാൻ ശ്രീ ജോസു ടി അഗസ്റ്റിൻ. വെൽക്കം ശ്രീ ജോസു ടി അഗസ്റ്റിൻ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ശ്രീ ജോസു ടി അഗസ്റ്റിൻ, ഇന്ന് എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസമാണ്. പ്രതീക്ഷിച്ചിരുന്നത് പോലെ റിപ്പോർട്ടർ ടി വി ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ AR/XR സ്റ്റുഡിയോയിൽ നിന്ന് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. വളരെ വലിയ സംവിധാനങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകരുടെ അടക്കം പറച്ചിലും പ്രതീക്ഷയും. എന്തൊക്കെയാണ് ആ സംവിധാനങ്ങൾ? എന്തുകൊണ്ട് ആ സംവിധാനങ്ങൾ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൂടാതെ ഏറ്റവും തലയെടുപ്പുള്ള ഏറ്റവും പരിചയസമ്പന്നരായ മാധ്യമപ്രവർത്തകർ, അതുപോലെ തന്നെ ടെക്നിക്കൽ ടീം, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ടീം. അപ്പോൾ നമ്മളിൽ നിന്ന് ഒരു കുഞ്ഞു വാർത്ത പോലും ചോറില്ല എന്ന് നമുക്ക് നല്ല ബോധ്യവും ഉറപ്പുമുണ്ട്. ഏറ്റവും മികച്ച സംവിധാനങ്ങളോടുകൂടി, നൂതനമായ സാങ്കേതിക വിദ്യയോടുകൂടി, പരിചയസമ്പന്നരായ മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് റിപ്പോർട്ടർ ടി വി ഇന്ന് പ്രേക്ഷകരിലേക്ക് മിഴി തുറക്കുന്നത്. റിപ്പോർട്ടർ ടി വിയുടെ ഈ വാർത്തായാത്രയിൽ നമുക്കൊപ്പം ചേരുന്നു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ആന്റോ അഗസ്റ്റിൻ. വെൽക്കം ശ്രീ ആന്റോ അഗസ്റ്റിൻ. Good morning, Arun. Very good morning. Very good morning. ഗുഡ് മോർണിംഗ്. ശ്രീ ആന്റോ അഗസ്റ്റിൻ, 34ാമത്തെ വയസ്സിൽ റിപ്പോർട്ടർ ടി വി പോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ AR/XR VR ന്യൂസ് സ്റ്റുഡിയോയുമായി ഒരു ചാനലിന്റെ MD ആയി മാറുക. എന്തു തോന്നുന്നു? അരുൺ, വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഈ നിമിഷം. കാരണം നമ്മൾ ഒത്തിരി ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷമാണിത്. നമ്മൾ ഒരു പടി കൂടെ കടന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 350-400ഓളം വരുന്ന ഒരു വലിയ നിരയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. യൂറോയാണെങ്കിൽ തന്നെ ഏകദേശം 50-ലധികം യൂറോസാണ് നമുക്ക് വരുന്നത്. ഈ കൊച്ചു കേരളത്തിലാണ് എന്ന് ഓർക്കണം. കാരണം ഇത്രയധികം ചാനലുകൾ മത്സരിക്കുന്ന സ്ഥലത്ത് ഇനി എന്തിനൊരു റിപ്പോർട്ടർ ടി വി എന്ന് പറയുമ്പോൾ നമ്മുടെ ആശയം എന്ന് പറയുന്നത് ഈ പറയുന്ന സംവിധാനങ്ങളെ മറികടന്ന് സത്യസന്ധമായ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു ടാഗ് ലൈൻ തന്നെ നമ്മൾ ഈ റിപ്പോർട്ടർ ടി വിക്ക് വേണ്ടിയിട്ട്, നീതിക്ക് വേണ്ടിയുള്ള പോരാളികൾ, നീതിക്ക് വേണ്ടിയിട്ട് കറക്റ്റാണ്. അപ്പം നമ്മൾ പറയുന്നത് അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കാണാം. Fight for justice. ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന ടാഗ്ലൈനോട് കൂടിയാണ് റിപ്പോർട്ടർ ടി വി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതും ഏഷ്യയിലെ ഏറ്റവും വലിയ AR/VR/XR ന്യൂസ് ഫ്ലോറിൽ നിന്നാണ് റിപ്പോർട്ടർ ടി വി പ്രേക്ഷകരിലേക്ക് വാർത്തകൾ തത്സമയം അതിവേഗം തന്നെ എത്തിക്കുക. ഇനി ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ എഡിറ്റോറിയൽ ടീമിനെ നയിക്കുന്ന പ്രസിഡന്റ്, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രസിഡന്റ് അനിൽ അരൂരിനെ സ്വാഗതം ചെയ്യുന്നു. Very good morning. Morning, Arun. Yeah. Morning. അനിൽ അരൂരിനെ കുറിച്ച് പ്രേക്ഷകരോടൊരു വാക്ക്. അനിൽ അരൂർ കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് ഏറ്റവും അധികം ഗവേഷണം നടത്തിയിരിക്കുന്ന ഒരു ഗവേഷകൻ കൂടിയാണ്. ആക്ച്വലി ഹീസ് 3 in 1. മാർക്കറ്റിംഗ്, കണ്ടന്റ് ആൻഡ് ടെക്നോളജി. ഇത് മൂന്നിലും കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ആളാണ് ശ്രീ അനിൽ അരൂർ. അനിൽ അരൂരിൻ്റെ നേതൃത്വത്തിൽ പുറത്തു വന്ന 4 ചാനലുകൾ പ്രേക്ഷകർ ഇതിനകം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് ചാനലുകൾ. 1 ഏഷ്യാനെറ്റ് പ്ലസ്, 2 മഴവിൽ മനോരമ, 3 ഫ്ലവേഴ്സ് ചാനൽ, 4 24. ഓരോ ചാനലിലും ശ്രീ അനിൽ അരൂർ ഓരോ പ്രത്യേകതകൾ താങ്കൾ ഒരു മാജിക് കാണിച്ചിട്ടുണ്ട്, ഒരു വിഷ്വൽ മാജിക്.
ഏഷ്യാനെറ്റ് പ്ലസ് വന്നപ്പോൾ അത് വേറിട്ട് നിന്നു. മഴവിൽ മനോരമ വ്യത്യസ്തമായി. ഫ്ലവേഴ്സ് ഈ പാത പിന്തുടരാത്തൊരു എൻ്റർടൈൻമെൻറ്റ് കൾച്ചർ സൃഷ്ടിച്ചു. 24 സാങ്കേതിക വിദ്യയിലും ഓഗ്മെന്റഡ് റിയാലിറ്റിയിലും അത് രജിസ്റ്റർ ചെയ്തു. ഇനി എന്താണ് അനിൽ അയിരൂരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു? ഒറ്റ വാക്കത്തിൽ പറയാൻ പറ്റില്ല അതിൻ്റെ ആൻസർ. എന്നിരുന്നാലും ഓരോ ചാനൽ നമ്മൾ കൺസീവ് ചെയ്യുമ്പോഴും ആ കാലഘട്ടത്തിൽ ഒരു ആവശ്യമുണ്ടായിരുന്നു, പ്രേക്ഷകർക്ക് കിട്ടാതെ പോയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഫില്ല് ചെയ്യുക ചെയ്തത്. അതൊരു മത്സരമായിരുന്നില്ല, പുതിയ ഒരു ചില പ്രോഗ്രാമുകളുടെ കണ്ടെത്തലുകളും ഒരു കൺസെപ്റ്റുകളും ഒക്കെ ആയിരുന്നു. ഇവിടെ റിപ്പോർട്ടർ വരുമ്പോൾ എന്താണ് മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 2023 ഏറ്റവും ലോകത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി അത് ഏറ്റവും നല്ല രീതിയിൽ ഈ റിപ്പോർട്ടറിൽ എത്തിക്കാൻ പറ്റി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ്. മാത്രമല്ല നമ്മുടെ കൂടെയുള്ള ഈ മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഒത്ത് ഇത് കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ടെക്നോളജിയിലേക്ക് വരിക, ടെക്നോളജിയിൽ നിന്ന് അയാൾ കണ്ടന്റിൻ്റെ ഭാഗമായി തീരുക, പ്രത്യേകിച്ച് മറ്റൊരു ന്യൂസ് ചാനലിൽ ലഭിച്ചിട്ടില്ലാത്ത തരം ഒരു സ്വീകാര്യതയും പ്രതീക്ഷയും റിപ്പോർട്ടറിന് ഇതിനകം തന്നെ പ്രേക്ഷകർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ പരസ്യ ഹോർഡിങ്ങുകളാണെങ്കിലും ശരി, വളരെ വലിയ രീതിയിലുള്ളൊരു പ്രചരണം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നൊരു മാർക്കറ്റിംഗ് അതിന് പിന്നിലുണ്ട്. അതെങ്ങനെയാണ് സാധ്യമായതെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ. സത്യസന്ധമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിലെല്ലാം കാര്യങ്ങളും ജെന്യൂൻ ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടന്റിൽ നമുക്ക് ജെന്യൂൻ ആവണം, മാർക്കറ്റിംഗിലാണെങ്കിൽ മാർക്കറ്റിംഗിൽ നമ്മൾ ജെന്യൂൻ ആയിരിക്കണം, ടെക്നോളജിയിലാണെങ്കിൽ ടെക്നോളജി നമ്മൾ ജെന്യൂൻ ആയിരിക്കണം. അപ്പോൾ ആ സമയത്ത് അതെല്ലാം ഒന്നിച്ച് ഒത്തുകൂടും. അതാണ് അതിൻ്റെ ഒരു സൂത്രവാക്യം. എനിക്ക് തോന്നുന്നു അതിലൊരു ദൃശ്യം കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി. അനിൽ അയിരൂരിൻ്റെ പേരിൽ ഒരു ഗിന്നസ് റെക്കോർഡുണ്ട്. ആ ഗിന്നസ് റെക്കോർഡ് ദൃശ്യമാധ്യമവുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ളതാണ് ഏറെ കൗതുകകരമായ കാര്യം. ആ ഗിന്നസ് റെക്കോർഡിൻ്റെ കാര്യം കൂടി ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞേക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് സ്റ്റാർ ഡിസൈൻ ചെയ്തത് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു. 164 അടി ഉയരമുള്ളതായിരുന്നു. അതൊരു ഗിന്നസ് റെക്കോർഡിന്റെ ഉടമ കൂടിയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ അനിൽ അയിരൂർ. ഒരു നക്ഷത്ര തിളക്കം പോലെ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് വാർത്തയുടെ ലോകത്തേക്ക് മിഴി തുറക്കുന്ന ദിവസമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പോകുന്നു മറ്റൊരു ദൃശ്യത്തിലേക്ക്. കാണാം. വാർത്തയെന്നാൽ വസ്തുതയാണ്. വലിയ കള്ളങ്ങളുടെയും വളച്ചൊടിക്കലിന്റെയും കാലത്ത് നേരെ നോക്കി പറയാൻ ഞങ്ങളുണ്ട്. നിയമങ്ങളും ചട്ടങ്ങളും അട്ടിമറിക്കുന്നവരെ തുറന്നുകാട്ടാൻ ഞങ്ങളുണ്ടാകും. ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, സഹജീവികൾക്ക് കൈത്താങ്ങ് നൽകാനുള്ളതാണ്. അതിനേതു വഴിയും ഞാൻ സ്വീകരിക്കും. വാർത്തയുടെ സത്യം തേടുന്ന ഈ പോരാട്ടത്തിൽ വസ്തുതകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങളെത്തുന്നു ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുമായി. കാഴ്ചയ്ക്കപ്പുറത്തുള്ളവരിലേക്ക് കണ്ണെത്തണം, കേൾക്കാത്തവരുടെ ശബ്ദം കേൾപ്പിക്കണം, നീതിക്ക് വേണ്ടി പൊരുതുന്നവർക്ക് നാവാകണം. റിപ്പോർട്ടർ, ദ മീഡിയ ആക്ടിവിസ്റ്റ്. നമുക്കൊപ്പം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ എഡിറ്റോറിയൽ ടീം ഹെഡ് ചെയ്യുന്ന റിപ്പോർട്ടർ ടിവിയുടെ എഡിറ്റർ ഇൻ ചീഫ് MV നികേഷ് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ശ്രീ MV നികേഷ് കുമാർ. വെരി ഗുഡ് മോർണിംഗ്. MV നികേഷ് കുമാർ, പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ആദ്യത്തെ സമ്പൂർണ്ണ വാർത്താ ചാനൽ ദക്ഷിണേന്ത്യയിൽ ഈ മനുഷ്യൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 29 വയസ്സാണ്. 29ാമത്തെ വയസ്സിൽ ഒരു സമ്പൂർണ്ണ വാർത്താ ചാനൽ ദക്ഷിണേന്ത്യയിൽ ഒരു പ്രാദേശിക ഭാഷയിൽ തുടങ്ങാൻ കാണിച്ച കരുത്ത് പ്രേക്ഷകർ ഇപ്പോഴും ഓർമ്മിച്ചിരിക്കുന്ന MV നികേഷ് കുമാറിന്റെ ഡിബേറ്റുകൾ. MV നികേഷ് കുമാർ ഉണ്ടാക്കിയെടുത്ത ഒരു ബ്രാൻഡ് നെയിമുണ്ട് വാർത്താ ചാനലുമായി ബന്ധപ്പെട്ട്. അതിപ്പോഴും നിലനിൽക്കുന്നു, റിപ്പോർട്ടർ എന്ന പേരടക്കം. ഇവിടെ റിപ്പോർട്ടറിൽ ഏറെ മാറ്റങ്ങളോടുകൂടി നിൽക്കുമ്പോൾ അന്ന് സിംഗപ്പൂരിലെ ചെറിയ വാർത്താമുറിയിൽ ഇരുന്ന് വാർത്ത വായിച്ചൊരു MV നികേഷ് കുമാർ അവിടെ നിന്നും ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ AR/VR എക്സാ സ്റ്റുഡിയോയിലാണ് MV നികേഷ് കുമാർ നിൽക്കുന്നത്. ഈ മാറ്റത്തെ എങ്ങനെയാണ് നികേഷ് കുമാർ? ഡോക്ടർ അരുൺ, എൻ്റേത് ഒരു ന്യൂസ് ചാനൽ തലമുറയാണ്. ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഡോക്ടർ അരുൺ അടക്കമുള്ള എല്ലാവരും തന്നെയും ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടല്ല ഈ കാലഘട്ടം ചെലവഴിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഓഫോ ലീവോ ഒന്നും നോക്കാതെ ഈ വാർത്ത എന്ന ഒരു നമ്മുടെയൊക്കെ ഒരു പാഷൻ ഉണ്ടല്ലോ, ആ പാഷനിൽ അഭിരമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഒട്ടനവധി ചാനലുകളാണ്. പക്ഷേ എവിടെയും നമ്മൾ തൃപ്തരല്ല എന്നുള്ളതാണ്.
ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ ഒരു സ്ഥാപകൻ എന്നുള്ള നിലയിലാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുന്നോട്ട് പോക്കാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. അത് ഒരു ടെലിവിഷൻ ചാനലല്ല, ടെലിവിഷൻ ചാനൽ ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യയോടുകൂടി എങ്ങനെ മുന്നോട്ട് പോകണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷനുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് റിപ്പോർട്ടറിനെ എത്തിക്കാൻ എനിക്കാവുന്ന വിധത്തിൽ ഞാൻ ഇതിനകം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ പുതിയ എഡിറ്റോറിയൽ ടീമിലൂടെ മലയാളം ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു വാർത്താ ചാനലാക്കി റിപ്പോർട്ടിനെ ഉയർത്തണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹമായിരുന്നു. ശ്രീ എം വി ദികേഷ് കുമാറിൻ്റെ സ്കൂൾ ഓഫ് ജേർണലിസം എന്നൊരു ബ്രാൻഡ് നെയിം ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു. എം വി ദികേഷ് കുമാർ സ്കൂൾ ഓഫ് ജേർണലിസം. ആ സ്കൂൾ ഓഫ് ജേർണലിസത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ മാധ്യമപ്രവർത്തകരാണ് കേരളത്തിൻ്റെ ദൃശ്യമാധ്യമ രംഗത്ത് എഡിറ്റോറിയൽ മുറികളിലൊക്കെ സജീവമായി നിൽക്കുന്നതും. ആ തലമുറയുടെ തുടർച്ചയായിട്ടാണ് ഞങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകർ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇനി റിപ്പോർട്ടർ ടിവിയുടെ നാഥയാരാണ്? റിപ്പോർട്ടർ ടിവിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട്. വെൽക്കം സ്മൃതി പരുത്തിക്കാട്. സ്മൃതി പരുത്തിക്കാട് മലയാളം ടെലിവിഷനിലെ ഏറ്റവും ബോൾഡായ എന്നാൽ ഏറ്റവും സൗമ്യമായ ഫേസാണ്. ഇന്ന് സ്മൃതി പരുത്തിക്കാട് റിപ്പോർട്ടർ ടിവിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായി പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഓർമ്മിക്കണം, അത് മലയാളം ടെലിവിഷൻ ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ലുകൂടിയാണ്. മലയാളത്തിലെ വാർത്താ ദൃശ്യമാധ്യമ രംഗത്തെ രണ്ടാമത്തെ വനിതാ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് സ്മൃതി പരുത്തിക്കാട്. കൺഗ്രാറ്റുലേഷൻ സ്മൃതി പരുത്തിക്കാട്. ഇവിടെ റിപ്പോർട്ടർ ടിവിയെ പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് കാക്കുന്നത്. ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അതിൻ്റെ വലിപ്പവും പരിചയസമ്പന്നതയുടെ ആഴവും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പ്രത്യേകതകളോടുകൂടിയാണ് നമ്മൾ വരുന്നതെന്ന് ഇതിനകം പറഞ്ഞു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. റിപ്പോർട്ടർ ടിവിയുടെ നിലപാട് അത് പറയേണ്ടത് എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. എന്തായി? തീർച്ചയായും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 8 ചാനലുകൾ, 8ാമത്തെ ചാനലായി നമ്മൾ വരുമ്പോൾ എന്തിനാണ് ഒരു 8ാമത്തെ ചാനൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ചില പ്രത്യേകതകളുണ്ട്. കാര്യങ്ങൾ വളരെ വ്യക്തമായും പക്വമായും വാർത്തയെ സമീപിക്കുക എന്നതാണ് നമ്മുടെ രീതി. ഫാക്ട് മാറ്റേഴ്സ്, വസ്തുതയാണ് നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനം. വസ്തുതയല്ലാതെ ഒരു വാർത്തയില്ല. വാർത്തയ്ക്ക് പല വീക്ഷണങ്ങളും ഉണ്ടാകും, ആ വീക്ഷണങ്ങൾ നമ്മൾ നൽകുകയും ചെയ്യും. പക്ഷേ നമ്മുടെ അടിസ്ഥാനം വസ്തുതയായിരിക്കും. അത് വിട്ടിട്ട് ഒരു കളിയില്ല എന്നുള്ളതാണ്. നമ്മുടെ വാർത്ത എല്ലാം വസ്തുതയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അത് രേഖകളായിരിക്കാം, ഒരുപക്ഷെ കണക്കുകളായിരിക്കാം. നമ്മുടെ വാർത്ത അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇപ്പോൾ അതല്ലാത്ത രീതിയിലുള്ള വാർത്ത കടന്നു വരുന്നു. അതിൻ്റെ പിന്നാലെ മറ്റ് ചാനലുകൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു സ്പേസ് നമുക്കുണ്ട്. ആ സ്പേസിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇനി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് റിപ്പോർട്ടർ ടിവിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം റിപ്പോർട്ടർ ടിവി ഡിജിറ്റൽ. റിപ്പോർട്ടർ ഡിജിറ്റലിന്റെ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ. 3 പതിറ്റാണ്ടിന്റെ മാധ്യമപ്രവർത്തന പരിചയവുമായിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നത്. വെൽക്കം ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രായമാകുന്നില്ല ഞാൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പേര് പോലെ തന്നെ പ്രായമാകാത്ത ഒരു മാധ്യമപ്രവർത്തകനാണ്. ഡൽഹിയിൽ നിന്ന് ഈ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ശബ്ദം പ്രിയപ്പെട്ട പ്രേക്ഷകർ വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ കേട്ടിട്ടുണ്ടാകും. ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, നമ്മുടെ ചാനൽ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പലതാണ്. ടെക്നോളജി ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, പരിചയസമ്പന്നതയുണ്ട്, നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടർമാരുടെ ഊർജ്ജമുണ്ട്. ഇതിനുമപ്പുറം റിപ്പോർട്ടർ ടിവിയുടെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തേണ്ടത് എങ്ങനെയായിരിക്കണം? അരുൺ, ജേർണലിസം ഒരു ആക്ടിവിസം ആകേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നീതിയിലും മതേതരത്വത്തിലും അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ നിർമ്മാണത്തിൽ ഓരോ മാധ്യമപ്രവർത്തകനും ഓരോ മാധ്യമപ്രവർത്തകയും പോരാളിയായി മാറേണ്ട കാലഘട്ടം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നിശ്ചയമായും നീതിക്കായുള്ള പോരാട്ടത്തിൻ്റെ ഒരു വേദിയായിട്ട് റിപ്പോർട്ടർ ടി വി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുതന്നെയാണ് ഈ ചാനലിൻ്റെ പ്രസക്തി. റിപ്പോർട്ടർ ടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ, റിപ്പോർട്ടർ ടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്ററായി പ്രേക്ഷകർക്കൊപ്പം ചേരാൻ പോകുന്നത് മലയാള ദൃശ്യമാധ്യമ രംഗത്ത് തൻ്റെതായ നിലപാട് കൊണ്ടും തൻ്റെതായ ശൈലി കൊണ്ടും ഇതിനകം തന്നെ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഏറ്റവും ഊർജ്ജസ്വലയായ യങ് ജേർണലിസ്റ്റ് none other than Sujaya Parvati. Welcome coordinating editor Sujaya Parvati.
സുജയ പാർവതിയുടെ ജീവിതം, മാധ്യമ ജീവിതം ആരംഭിക്കുന്നത് ദൂരദർശനിലെ ഒരു അഭിമുഖ പരിപാടിയിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായി പല ഘട്ടങ്ങളിൽ അവതാരകയായി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ന്യൂസ് പ്രസൻറ്ററായിട്ടൊക്കെയാണ് ഇപ്പോൾ കോർഡിനേറ്റിംഗ് എഡിറ്ററായിട്ട് നിൽക്കുന്നത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്താണ് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്ന ആ ടാഗ് ലൈൻ? പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്ന ടാഗ് ലൈൻ ഒന്ന് മാത്രമാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയെ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ അതിനായി അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓപ്പൺ ഫോർ ഓൾ ബട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ നൺ. എല്ലാവർക്കുമൊപ്പം എന്നാൽ ആരാലും സ്വാധീനിക്കപ്പെടാതെ നിൽക്കുന്ന ഒരു വാർത്താ ചാനലായിരിക്കും റിപ്പോർട്ടർ നെറ്റ്വർക്ക് എന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉറപ്പും ഏറ്റവും നല്ല ടാഗ് ലൈനും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതൊരു ബോൾഡായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആരാലും സ്വാധീനിക്കപ്പെടാത്തൊരു ചാനൽ, ഏറ്റവും പരിചയസമ്പന്നരായ മാധ്യമപ്രവർത്തകർ നയിക്കുന്ന എല്ലാരും പരിചയപ്പെടുത്തി ഡോക്ടർ ദിഗേഴ്സ് സ്കൂൾ ഓഫ് ജേർണലിസത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥികൾ ഒരാളാണ്. ഇന്ത്യ വിഷന്റെ ഫസ്റ്റ് ബാച്ചിലെ മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥി, മിടുക്കനായ ട്രെയിനി. ഏതായാലും അരുണിനെ സംബന്ധിച്ചിടത്തോളം അരുൺ ഒരു സർവകലാശാല അധ്യാപകൻ എന്നുള്ള നിലയിൽ ഒരു പൂർണ്ണ സമയ മാധ്യമപ്രവർത്തകനാകാൻ തീരുമാനിക്കുക, സ്വാഭാവികമായിട്ടും അങ്ങനെ തീരുമാനിക്കാം. പക്ഷേ സുരക്ഷിതമായ ഒരു ജോലി അത് രാജിവെച്ച് റിപ്പോർട്ടർ ടെലിവിഷൻ്റെ കൺസൾട്ടിങ് എഡിറ്ററായി പ്രവർത്തിക്കാൻ എത്തുമ്പോൾ അരുണിൻ്റെ പാഷൻ എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്ക് ചില ചിന്തകൾ വരുമല്ലോ, നമ്മളെ പാഷൻ അപ്പുറത്തേക്കും ചില സുരക്ഷിതത്വ ചിന്തകൾ വരുമല്ലോ. അരുണിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ എന്ത് പ്രതീക്ഷയാണ് നൽകുന്നത്? നികേഷ്, എനിക്ക് വേണമെങ്കിൽ എൻ്റെ സുരക്ഷിതമായ ജീവിതവുമായി തുടരാമായിരുന്നു. അങ്ങനെ സുരക്ഷിതമായ ജീവിതത്തിൽ തുടരുമ്പോഴും നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് ഒട്ടേറെ മനുഷ്യരുണ്ട്. അവരിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവർ കഥകളും കഥാപാത്രങ്ങളുമായി വരുന്നുണ്ട്. ഡെസ്ക് റൂമിൻ്റെ വൈബ്രൻസി, അവിടെ സംഭവിക്കുന്ന വാർത്തകളുടെ ഗതിവേഗം, അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. എന്നെ സംബന്ധിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതും പച്ചയായ മനുഷ്യരുടെ കഥ. നമ്മളിത് സംപ്രേഷണം ചെയ്ത പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴും മണിപ്പൂരിലെത്തി അടങ്ങിയിട്ടില്ല എന്ന് ഓർമ്മിക്കണം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിലൊക്കെ നടക്കുന്ന മാറ്റങ്ങൾ, ഇത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അത് സംഭവിച്ചിട്ടാണ് ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികൾക്ക് എത്തിക്കുന്നത്. ഞാനത് സംഭവിക്കുന്നതിനോടൊപ്പം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അത് എൻ്റെ ഒരു ലഹരിയാണ്. അത് എന്നെ വല്ലാതെ ആകർഷിച്ചപ്പോഴാണ് ഒരുപക്ഷേ ഒരു വലിയ റിസ്ക് എന്നൊക്കെ മറ്റുള്ളവർ വിശേഷിപ്പിച്ചപ്പോഴും സർവകലാശാലയിലെ ആ ജോലി ഉപേക്ഷിച്ച് ഈ മാധ്യമപ്രവർത്തനത്തിലെത്തി. വളരെ കുറച്ചു കാലമല്ലേ നമ്മൾ ജീവിക്കും. ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് ജീവിക്കുന്നതിനപ്പുറം എന്തുണ്ട്? തീർച്ചയായും.